മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ എവിടെ വരെ എത്തി? വീട്ടുവാടക, ഉപജീവന സഹായം, പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നോക്കാം. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ 1036 കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ചതെന്നാണ് സർക്കാർ കണക്ക്. ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ച ദുരന്തബാധിതർക്ക് പുനരധിവാസം പൂർത്തിയാകും വരെ വീട്ടുവാടക നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടതോടെ വാടക നൽകേണ്ട കുടുംബങ്ങളുടെ എണ്ണം സർക്കാർ വെട്ടിക്കുറച്ചു. ആദ്യം 765 കുടുംബങ്ങളായും പിന്നീട് 535 കുടുംബങ്ങൾക്കായും വാടക ചുരുക്കി. വീടിനർഹരായവർ പലരും ഉദ്യോഗസ്ഥരുടെ കടുംപിടുത്തം കാരണം പട്ടികയ്ക്ക് പുറത്താണെന്നും ആക്ഷേപമുണ്ട്. മേപ്പാടി പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ച പട്ടികയിൽ 545 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും സർക്കാരിന്റെ പുനരധിവാസ ലിസ്റ്റിൽ 402 കുടുംബങ്ങളെ ഉള്ളൂ. ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച വാർഡുകളിലെ 2000-ഓളം കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഉപജീവന സഹായം നൽകിയിരുന്നത്. പിന്നീടത് നേർപകുതിയാക്കി ചുരുക്കി. സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്തോടെ ഉപജീവന മാർഗം കണ്ടെത്തിയവരെയാണ് ഉപജീവന ബത്തയിൽ നിന്ന് ഒഴിവാക്കിയത്. ഉരുൾപൊട്ടൽ ഭീഷണി അവഗണിച്ച് ജീവൻ പണയം വെച്ചാണ് ഇവരിൽ പലരും വേലിപ്പാലത്തിനപ്പുറത്തുള്ള തോട്ടങ്ങളിൽ പണിക്ക് പോയിരുന്നത്. കഴിഞ്ഞ ജൂൺ 25-ന് ഉരുൾപൊട്ടിയെന്ന ഭീതി പരന്നപ്പോൾ അവരുടെ രോഷം അണപൊട്ടി. 7 മണിക്കൂറിലധികം നീണ്ട സമരം ദിനബത്ത നൽകുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിലാണ് അവസാനിച്ചത്. പക്ഷേ ഇന്നും ഈ തുക ലഭിച്ചിട്ടില്ല. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.